സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് വേണ്ടി തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. അടിസ്ഥാന സൗകര്യ വികസന ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്, മിനിസ്റ്റർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കൺക്ലൂഷനിലോ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? കൺക്ലൂസീവ് സ്പീച്ച് പോരാ? യെസ്. 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിന് വിയോജനക്കുറിപ്പ് നൽകിയിട്ടുള്ള താഴെ പറയുന്ന ഞങ്ങൾ സംസാരിക്കാവുന്നതാണ്. ശ്രീ മഞ്ഞളാംകുഴി അലി, പ്ലീസ് 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 സമയക്രമം പാലിച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ചെയർ. ഞാൻ ഈ ബില്ലിലുള്ള എൻ്റെ വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആക്ടിലെ നിലവിലുള്ള ശിക്ഷാ വ്യവസ്ഥകൾക്ക് പകരം പിഴശിക്ഷ ചുമത്തുന്നതിനും കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന കോർപ്പറേഷനിൽ കുടിശ്ശികയുള്ള യൂണിറ്റുകളുടെ ആസ്തികൾ വിൽപ്പന നടത്തി കുടിശ്ശിക ഈടാക്കുന്നതിന് കോർപ്പറേഷന് അധികാരം നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയതാണ് സർ ഈ ബില്ല്. സർ, UDF സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് പല ലോകോത്തര ആശയങ്ങളും കൊണ്ടുവന്ന കാലമായിരുന്നു. കൊച്ചിയെ IT-യുടെ ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന ഉദ്ദേശത്തോടെ സമയബന്ധിതമായി ഇൻഫോ പാർക്ക് നിർമ്മിച്ചു. കിൻഫ്ര പാർക്കുകളടക്കം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ വമ്പിച്ച മാറ്റം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണ്. ആ കാലത്ത് ലോക പ്രശസ്തമായ അക്ഷയ ആരംഭിച്ചു. നമ്മുടെ സംസ്ഥാനം ഡിജിറ്റൽ കേരളമായത് തന്നെ അക്ഷയ മൂലമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി 2003 ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്, 2012 എമർജിംഗ് കേരള എന്നീ നിക്ഷേപ സംഗമങ്ങളുടെ ചുവടുപിടിച്ചാണ് 2019 അസെൻറ്റും കഴിഞ്ഞ മാസം സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റും. ഇങ്ങനെ ഒരു വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ദീർഘകാലത്തിൻ്റെ ശ്രമങ്ങളുടെ മേൽ കൊഞ്ഞനം കുത്തുന്നതല്ല സർ കഴിഞ്ഞ ദിവസം CITU പാലക്കാട് സിമൻറ്റ് വ്യാപാരിക്ക് എതിരെ നടത്തിയുള്ള യുദ്ധപ്രഖ്യാപനം. സർ, സിമൻറ്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാക്കാൻ 6 ലക്ഷം രൂപ മുടക്കി യന്ത്രം സ്ഥാപിച്ച് തൻ്റെ ജീവനക്കാരുടെ സഹായത്തോടെ കയറ്റിറക്ക് നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവും സമ്പാദിച്ച് വന്ന വ്യാപാരിയുടെ സ്ഥാപനത്തിന് മുന്നിലാണ് സാർ CITU കൊടി പിടിച്ച് തൊഴിൽ നഷ്ടം ആരോപിച്ച് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർ, കമ്പ്യൂട്ടറിനെ തൊഴിൽ തിന്നുന്ന മകൻ എന്ന് വിളിച്ചതിൽ നിന്നും നിങ്ങൾ 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല സാർ ഇത് കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ വ്യവസായം സൗഹൃദമാണെന്ന്. ഈ നാട് എന്ന് നന്നാവും സാർ? വെറുതെയാണ് ഇവിടെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 42,000-ഓളം സംരംഭങ്ങൾ പൂട്ടിപ്പോയത്. ഈ സംരംഭക വർഷ പദ്ധതിയിൽ തുടങ്ങിയ 25% സംരംഭങ്ങളും പൂട്ടിപ്പോയത് ഇങ്ങനെയൊക്കെ തന്നെ ആവില്ല സർ. പാലക്കാട് സംഭവം ഇവിടെ വാർത്തയായി. മറ്റ് പലയിടങ്ങളും പ്രതികരിക്കാൻ പോലും കഴിയാതെ മതിയാക്കി പോയവർ എത്രയുണ്ടാവും, ആത്മഹത്യ ചെയ്തവർ എത്രയുണ്ടാവും സർ? വ്യവസായം വളരുന്നു എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ല. ഇത്തരത്തിലുള്ള ഒരു സംഭവം പോലും സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് സർ ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ആദ്യം വേണ്ടിയിരുന്നത്. കേരള ഹൗസിലെ നിങ്ങളെ പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ട് സർ എന്താണ് പറഞ്ഞത്? കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം നശിപ്പിച്ചതെന്നും കേരളത്തേക്ക് ഒരാൾ ബസ്സിൽ ചെന്നിറങ്ങിയാൽ ബാഗ് പുറത്തെടുക്കണമെങ്കിൽ 50 രൂപ നോക്കുകൂലിയായി CPM-കാരനായ ഒരാൾക്ക് നൽകേണ്ടി വരുമെന്നല്ല സർ. ഇത് പാർലമെന്റിലാണ് സർ പറഞ്ഞത്. ലോകം മുഴുവൻ ഇത് കേട്ടില്ലേ? എങ്ങനെയാണ് സർ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക? കൊട്ടിഘോഷിച്ച സംരംഭക വർഷം പദ്ധതി ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഇതുവരെ കേൾക്കുന്നില്ലേ? പ്ലീസ് ലിസൺ ടു മീ. മനസ്സിലായില്ലേ? കൊട്ടിഘോഷിച്ച സംരംഭക വർഷം പദ്ധതി ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കേണ്ടത് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. CITU ചെയ്തത് തന്നെയാണ്. നിങ്ങൾ വളരെ വലിയ കാര്യമായിട്ട് ഇതിനെ നശിപ്പിച്ചിട്ടുണ്ട്. സത്യമാണ്. കൊട്ടിഘോഷിച്ച സംരംഭക വർഷം പദ്ധതി ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കേണ്ടത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടിയാണ് സർ. എന്നാൽ 2021-22 28 സ്ഥാപനങ്ങൾക്കാണ് ഓപ്പറേഷൻ ലോസ് ഉണ്ടായിരുന്നതെങ്കിൽ സംരംഭക വർഷം ആരംഭിച്ച 2022-23 അത് 30 ഉയർന്നു. 24 സർ അത് 33 ഉയർന്നു. ഇവിടെ വ്യവസായ വിപ്ലവം ഉണ്ടായി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ
അത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ച ചൂണ്ടിക്കാണിച്ചു കൊണ്ടാവണമായിരുന്നു സാർ. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് കൂടി സർ. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. 13ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഇപ്പോഴും കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്തിടത്താണ് നമ്മൾ മാറ്റം അവകാശപ്പെടുന്നത് സർ. നമ്മുടെ വ്യവസായ എസ്റ്റേറ്റുകളിൽ ധാരാളം ഭൂമി ഉപയോഗിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കിൻഫ്രയുടെ 400 ഏക്കറോളം വരുന്ന ഭൂമിയാണ് സർ വ്യവസായ സംരംഭങ്ങൾ ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. KSIDCയിൽ 200 ഏക്കറോളം ഭൂമി വ്യവസായമില്ലാതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. സിഡ്കോയുടെ കയ്യിലും സർ ഭൂമിയുണ്ട്. ഈ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന് കീഴിൽ 30 ഏക്കറോളം ഭൂമിയും ഉപയോഗിക്കാതെ കിടക്കുന്നു. അതുപോലെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ വ്യവസായം തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ധാരാളം കെട്ടിടങ്ങളും വ്യവസായ സംരംഭങ്ങൾ ഇല്ലാതെ കാലിയായി കിടക്കുകയാണ് സർ. നമ്മുടെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒരു തുണ്ട് ഭൂമി പോലും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കില്ല സർ. നമ്മുടെ വ്യവസായ എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൗകര്യം ആകർഷണീയമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ ഒക്യുപ്പൈ ചെയ്തിരുന്നേനെ. സർക്കാരിന് കീഴിലുള്ള സംവിധാനങ്ങളെപ്പോലും പഴയ പ്രാരബ്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിക്ഷേപകരെ ആകർഷിക്കുന്ന തരത്തിൽ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വ്യാവസായിക വളർച്ച ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ആദ്യമായി ഇത്തരം സംവിധാനങ്ങളെ കുറ്റമറ്റതാക്കി വ്യവസായ ലോകത്തിന് മുമ്പിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുകയാണ് സാർ നമ്മൾ വേണ്ടിയിരുന്നത്. അതില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പല വ്യവസായ പാർക്കുകളും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും പ്രേതാലയങ്ങൾ പോലെയാണ് സർ എന്ന നിലയിലല്ലേ സർ കിടക്കുന്നത്. 24-25 സംസ്ഥാന വിവിധ വകുപ്പുകളുടെ പദ്ധതി വീതം 50% വെട്ടിക്കുറച്ചു. സംരംഭക വർഷം ആരംഭിച്ച് വ്യാവസായിക കുതിപ്പിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്ന വ്യവസായ വകുപ്പിനെ പോലും സർ ഇതിൽ നിന്ന് ഒഴിവാക്കിയില്ല എന്ന് തന്നെ. അത് മാത്രമല്ല സർ, എത്രമാത്രം പൊള്ളയായ വാദമാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത് എന്നതിന് തെളിവല്ല സർ ഇത്. വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പദ്ധതി വീതം ലഭ്യമാക്കി കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നില്ല സർ സംരംഭക വർഷ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. കിട്ടിയ 50% പോലും സാർ മുഴുവൻ ചെലവഴിക്കാതെ ഉർവശി ശാപം ഉപകാരം എന്നല്ല സർ പിന്നെ നമ്മുടെ വകുപ്പ് കരുതിയത്. അതുപോലെ കാലാകാലങ്ങളായുള്ള വൈദ്യുതി വകുപ്പിൻ്റെ വ്യവസായ വിരുദ്ധ നയങ്ങളെ വ്യവസായ വകുപ്പ് ഏത് രീതിയിലാണ് സർ നേരിടുന്നത്? സംരംഭക വർഷം ആരംഭിച്ചതിന് ശേഷം വ്യവസായ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയിൽ കൂടുതൽ ഇളവുകൾ വ്യവസായ വകുപ്പ് ഇടപെട്ട് ലഭ്യമാക്കുകയായിരുന്നില്ല സർ വേണ്ടിയിരുന്നത്. എന്നാൽ എന്താ സർ സംഭവിച്ചത്? റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ വൈദ്യുതി വകുപ്പ് നിരക്ക് വർധന ആവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള പ്രപ്പോസലിൽ വ്യവസായങ്ങൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ സർ അല്ലേ ആവശ്യപ്പെട്ടത്. LT4 വ്യവസായങ്ങളുടെ എനർജി ചാർജ് 5.85 നിന്നും 6.20 വരെ ഈ വർഷവും തൊട്ടടുത്ത വർഷവും ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത് വ്യവസായ വകുപ്പ് സർ അറിഞ്ഞിട്ടുണ്ടോ സർ? കൂടാതെ LT4Bയിൽ ഉൾപ്പെടുന്ന IT അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് സർ 6.50 എന്ന എനർജി ചാർജ് 6.75 വരെ ഉയർത്താനാണ് സർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർ, ഏതാണ് സർക്കാരിൻ്റെ നയം? വ്യവസായങ്ങൾ വരണമെങ്കിൽ ഈ നിരക്കുകൾ ഇളവുകൾ പ്രഖ്യാപിക്കുകയല്ലേ സർ നമ്മൾ വേണ്ടത്? താരിഫ് നിശ്ചയിച്ചു വന്നു കഴിയുമ്പോൾ വ്യവസായ വകുപ്പ് പറയും ഇതെല്ലാം വൈദ്യുതി വകുപ്പിൻ്റെ കുറ്റമാണ് എന്ന്. സർ, വ്യവസായ നയം എന്ന് പറഞ്ഞാൽ അതിന് മറ്റ് വകുപ്പുകൾ കൂടി ആവശ്യമായ പ്രോത്സാഹനം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്ന ശാപത്തിന് ഇപ്പോഴും സർ മോശം വന്നിട്ടില്ല എന്നല്ലേ സർ ഇത് കാണിക്കുന്നത്? വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയല്ലേ സർ വേണ്ടത്? വൈദ്യുതി നിരക്കിൽ ഉൾപ്പെടെ അതിന് അനുകൂലമായ നിലപാടുകളല്ലേ വേണ്ടിയിരുന്നത്? വ്യവസായ വകുപ്പിന് മാത്രമായി ഇവിടെ വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് സർ തികച്ചും അസംബന്ധമാണ്. അതുപോലെ വ്യവസായ രംഗത്ത് വലിയ വളർച്ച അവകാശപ്പെടുമ്പോഴും രാജ്യത്തിൻ്റെ GDPയിലേക്കുള്ള സംസ്ഥാനത്തിൻ്റെ സംഭാവന 2022-23 3.8% നിന്നും മാറ്റമില്ലാതെ തന്നെയാണ് സർ 2023-24 കാണപ്പെടുന്നത്. വ്യാവസായിക വളർച്ച അവകാശപ്പെടുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കണം. അത് കാണിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതെല്ലാം പേപ്പറിൽ വെറും കണക്കുകൾ മാത്രമാണെന്ന ആക്ഷേപം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കേണ്ടി വരുന്നത് സർ. നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളായിരുന്ന കൈത്തറി, കയർ, കശുവണ്ടി എന്നിവ തമിഴ്നാട്ടിൽ ചേക്കേറി കഴിഞ്ഞു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. പുതിയ വ്യവസായങ്ങൾക്ക് അനുകൂലമായ നയം ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോഴും നിലവിലുള്ള വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് സർ ആരാണ് ഉത്തരവാദി? ഇതെല്ലാം സർക്കാരിൻ്റെ നയങ്ങളുടെ കുഴപ്പം തന്നെയാണ് സർ. ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു. താങ്ക് യു. ശ്രീ PC വിഷ്ണുനാഥ്. സാറ്,
ഒരു വശത്ത് നമ്മൾ കേരളം വ്യവസായ സൗഹൃദമായി എന്ന് അവകാശപ്പെടുമ്പോൾ വിവിധ മേഖലകളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം സാർ. അതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പൊള്ളത്തരം ബോധ്യമാകുന്നത് 2021-22 സംസ്ഥാന GSDP വളർച്ച 11.78%. അതിൽ പ്രൈമറി സെക്ടർ 4.52, സെക്കൻഡറി 8.50, ടെർഷ്യറി 15.92 ആയിരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ. 22-23 ആയപ്പോഴത്തേക്ക് GSDP വളർച്ച കുറഞ്ഞ് അത് 4.24% ആയി. അതിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 0.94%, സെക്കൻഡറി 3.16, ടെർഷ്യറി 6.96. സാറേ, 3 സെക്ടറിലും GSDP ഗ്രോത്ത് കുറഞ്ഞതായിട്ടാണ് സർക്കാർ രേഖകൾ തന്നെ കാണിക്കുന്നത്. സാർ, ഇവിടെ വ്യവസായം വളർന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇവിടെ പ്രതിഫലിക്കാത്തത് എന്ന കാര്യത്തിന് വ്യക്തമായ കൃത്യമായ ഉത്തരമില്ല. ഇനി CNDAGയുടെയോ സർക്കാരിൻ്റെയോ ബജറ്റ് രേഖകളിലേക്കൊന്നും പോകാതെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങളുണ്ട് സാർ. പരമ്പരാഗത വ്യവസായങ്ങളുടെ എല്ലാം പൊതു അവസ്ഥ എന്താണ് സാർ? ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ, കശുവണ്ടി മേഖല, കയർ മേഖല, കൈത്തറി മേഖല, ഖാദി സെക്ടർ, ഇവിടെയെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് സാർ? സാർ, കൊല്ലം ഒരു കാലത്ത് ലോകത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. സാർ, കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായം കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനത് ചുരുക്കി പറയാൻ സാർ. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ TKM എഞ്ചിനീയറിംഗ് കോളേജ്, മഹാനായ തങ്ങൾ കുഞ്ഞു മുസലിയാർ, അദ്ദേഹം അക്കാലത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ കശുവണ്ടി വ്യവസായിയായിരുന്നു. മഹാനായ തങ്ങൾ കുഞ്ഞു മുസലിയാരാണ് TKM കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത് 89-ൽ. സാർ, അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും ലോകോത്തര സിനിമകളെല്ലാം നിർമ്മിച്ചത് രവീന്ദ്രനാഥൻ നായർ എന്ന കശുവണ്ടി വ്യവസായിയായിരുന്നു സാർ. അച്ചാണി രവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അരവിന്ദൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ഷാജി എൻ കരുണിൻ്റെയും എല്ലാം ഈ ലോകോത്തര സിനിമകൾ രവി മുതലാളിയുടേതാണ്. സർ, കൊല്ലത്തെ പബ്ലിക് ലൈബ്രറി അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. സോപാനം ഓഡിറ്റോറിയം രവി മുതലാളി നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം കശുവണ്ടി വ്യവസായിയായിരുന്നു സാർ. സാർ, ഇന്ന് ആ കശുവണ്ടി വ്യവസായം 900ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 150-ൽ താഴെ കശുവണ്ടി ഫാക്ടറികളാണ് കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്നത്. സാർ, ഇവിടെ ഓരോ തവണയും ഞാൻ എത്ര തവണ കശുവണ്ടി വിഷയം ഈ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന് എനിക്ക് തന്നെ കണക്കില്ല സാർ. അത്രയും തവണ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ കശുവണ്ടി തൊഴിലാളികൾ വരുനിന്ന് വോട്ട് ചെയ്ത് നിയമസഭയിൽ എത്തിച്ച ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഞാൻ ആ പ്രശ്നം നിരന്തരമായി ഉന്നയിക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായി മറുപടി പറയും. അദ്ദേഹം പറയുന്ന മറുപടികളെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാക്ടറികൾക്ക് ചെയ്തു കൊടുക്കുന്ന സർക്കാരിൻ്റെ ചില സഹായങ്ങളെക്കുറിച്ചാണ്. സാർ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫാക്ടറികൾ ഓരോ ദിവസവും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുകയാണ്. മാളുകളായി മാറുകയാണ്, ഫുട്ബോൾ ടർഫുകളായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ അവരെന്ത് ചെയ്യും സാർ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 23 ഫാക്ടറികളാണ് ഒരു 3-4 വർഷത്തിനകം പൂട്ടിപ്പോയത്. അവിടെ ഏതാണ്ട് 93 ഫാക്ടറികൾ വരെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കൊല്ലം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. അപ്പോൾ ഈ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വ്യവസായികൾക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള സഹായം കൊടുക്കുകയും ബാങ്കുകൾ അവയെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, ഇപ്പോൾ നമ്മളൊരു OTS സ്കീം ഉണ്ടാക്കിയിട്ട് ഡിസംബർ 2025 വരെ അതിന് അത് നിലനിൽക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സഭയിലും പറഞ്ഞതാണ്.
പക്ഷെ ഇപ്പോഴും ബാങ്കുകൾ ആ കശുവണ്ടി ഫാക്ടറികൾ അവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് സാർ. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം ഒന്നുകൂടി വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് എന്നൊക്കെ പറയുന്നല്ലോ സാർ, കൊല്ലത്തെ കശുവണ്ടി വ്യവസായം വേദനയോടുകൂടി പറയാണ് സാർ, ഈസ് ഓഫ് ഡൈയിങ്ങിലാണ്. ഈ നിമിഷമെങ്കിലും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ആ വ്യവസായം എന്നേക്ക് ഇല്ലാതാകും സാർ. കൈ കഴുകി മാറാൻ കഴിയുമോ സാർ? എത്രയോ നേതാക്കന്മാരെ സൃഷ്ടിച്ച ഒരു ട്രേഡ് യൂണിയൻ മേഖലയാണ് സാർ അത്. കൊല്ലത്തെ പ്രമാണിമാരായിട്ടുള്ള എല്ലാ പാർട്ടിയിലും പെട്ട ആ കശുവണ്ടി വ്യവസായം, അതുമായി ബന്ധപ്പെട്ട വ്യവസായികൾ, തൊഴിലാളികൾ, അനുബന്ധ മേഖലയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും ഭീതിയിലും ആശങ്കയിലുമാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ ഈ 1 ലക്ഷം എന്താണ് ഒരു വർഷം 1 ലക്ഷം സംരംഭം എന്ന് പറഞ്ഞിട്ട് ഈ ബേക്കറിയുടെയും പിന്നെ മൈക്ക് സെറ്റ് കടയുടെയും തേപ്പ് കടയുടെയും എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 1 ലക്ഷം എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സാർ യഥാർത്ഥ വ്യവസായം, കശുവണ്ടി വ്യവസായം. അതിനെ സംരക്ഷിക്കാൻ ഒരു 500 കോടി രൂപ ഗവൺമെന്റ് ഗ്യാരണ്ടിയായി കൊടുത്താൽ മതി, നേരിട്ട് കൊടുക്കണ്ട. ബാങ്കുകൾക്ക് ഒരു 500 കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ കൊടുത്താൽ ഈ പറയുന്ന പിന്നെ 100 കണക്കിന് കശുവണ്ടി ഫാക്ടറികൾ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി തുറക്കും. 2.5 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടും. നിങ്ങൾക്കും വലിയ അംഗീകാരമായിരിക്കും. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഒരു ഉപദേശമൊന്നും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിന് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരാനായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ. എന്നിട്ടും അത്തരം ഒരു കൈവിട്ട ഉപദേശം തരികയാണ് സാർ. ഒരു 500 കോടി രൂപ നിങ്ങളൊരു ഗവൺമെന്റ് ഗ്രാൻഡായി, ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടായി, ഗ്രാൻഡല്ല ഗ്യാരണ്ടിയായി ബാങ്കുകൾക്ക് കൊടുക്കാൻ തയ്യാറായാൽ ഇത്രയും കശുവണ്ടി ഫാക്ടറികൾ ഒരുമിച്ച് തുറക്കുന്ന സാഹചര്യം ഉണ്ടാകും സാർ. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ. ഈ ഒരു 2-3 സെക്ടറും കൂടി. കൂലിയില്ല, കടം പറഞ്ഞ് സർക്കാർ, ഖാദിയിൽ വറുതി, കൈത്താങ്ങും കാത്ത് കൈത്തറി, അതുപോലെ തന്നെയാണ് ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലുള്ള കയറ്. സാർ ഈ പരമ്പരാഗത വ്യവസായങ്ങൾ കയർ മേഖലയിൽ പണിയെടുക്കുന്നവർ കയറെടുക്കേണ്ട സ്ഥിതിയിലാണ് സാർ. അതുകൊണ്ട് ഈ മേഖലയെല്ലാം പിന്നെ നിലനിന്നെങ്കിൽ മാത്രമേ സാർ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കോണമി ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാകണം സാർ. സാർ ഞാൻ ഈ ട്രാവൻകൂർ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. അവിടെ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നവും സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അവർക്ക് ഒരു 26 ഏക്കർ ഭൂമി അവർക്ക് പട്ടയമുള്ളതാണ്. അത് റവന്യൂ നടപടിക്രമങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കി TTPL പേരിലാക്കി കിട്ടിയാൽ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ സ്വന്തം നിലയിൽ ലോണോ മറ്റോ ഒക്കെ ആയി സമാഹരിച്ചുകൊണ്ട് ആ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൈവറ്റ് ലിമിറ്റഡ്. അത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം സാർ. അതുപോലെ തന്നെ ഈ ഔട്ട് ഓഫ് കേരള മൈനിങ്ങുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമ്പോൾ TTPL കൂടി അതിലൊരു കൺസോർഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനുള്ള ഒരു സർക്കാർ തീരുമാനം കൂടി ഉണ്ടാകണം സാർ. സാർ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഞങ്ങൾ കേരളത്തിൻ്റെ നല്ല കാര്യങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും സാർ. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർ ഇവിടെയുണ്ട് സാർ. ഇവിടെ ജിമ്മും എമർജിങ് കേരളയും എല്ലാം അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്ന AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലത്ത് ഇവിടെ നടന്നതല്ലേ. ഞാനിവിടെ ജിമ്മിൻ്റെ എമർജിങ് കേരളയുടെ സമയത്ത് DYFI അന്ന് അതിനെതിരെ സംസ്ഥാന വ്യാപകമായി വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയതാണ്. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു, പ്രതിപക്ഷ MLA മാർ പങ്കെടുത്തു, പ്രതിപക്ഷ ഉപനേതാവ് പങ്കെടുത്തു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോയ മുഖ്യമന്ത്രിയെ ഒന്നും ഞങ്ങൾ ആ രൂപത്തിൽ തടഞ്ഞിട്ടില്ല സാർ, കല്ലെറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ അനാവശ്യമായി കുറ്റപ്പെടുത്തരുത് സാർ. സാർ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സ്റ്റാർട്ടപ്പുമായി 1 മിനിറ്റ് മതി സാർ. ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞാൽ സാർ സ്വന്തമായിട്ട് മൈക്ക് ഓഫ് ചെയ്തോ. സാർ ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് സാറ് നമ്മൾ 1ാം സ്ഥാനത്താന്ന് പറയുമ്പോൾ സ്ഥിതി എന്താ? കർണാടകയുടെ സ്റ്റാർട്ടപ്പ് മൂല്യം എന്ന് പറഞ്ഞാൽ $159 ബില്യൺ ആണ്. നമ്മുടെ മുംബൈയിലെ ഇത് 113, ഡൽഹിയിലേത് $113 ബില്യൺ ആണ്. മുംബൈയിലേത് $72 ബില്യൺ ആണ്. തെലങ്കാനയത് $8.3 ബില്യൺ ആണ്. കേരളത്തിൻ്റെത് $1.7 ബില്യൺ ആണ്. $159 ബില്യൺ ഉള്ള സംസ്ഥാനങ്ങൾ കർണാടകയുണ്ട്. അവരുമായി മത്സരിച്ച് അവിടെ എത്തണം നമുക്ക്.
എത്തിയിട്ടല്ലേ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടത്. നമ്മൾ 159ന്റെ കൂടെ 1.7 നിൽക്കുകയാണ്. എന്നിട്ട് അതിന് ഈ പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്ത് ഫ്രണ്ട് പേജിൽ ഒന്നാമതെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ഈ വ്യാജ പ്രചാരണ വേലയ്ക്ക് മാത്രമേ ഞങ്ങൾ എതിരുള്ളൂ സാർ. ബാക്കി എല്ലാത്തിനും ഞങ്ങൾ അനുകൂലിക്കുകയാണ്. ഇത് എൻ്റെ വിയോജനം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ശ്രീമതി യു പ്രതിഭ, അങ്ങേക്ക് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്. സാർ, ഈ ഭേദഗതി മൂവ് ചെയ്യുന്നു. സാർ, എന്തായാലും പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ചവരുടെ ഒരു സംസാരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നായിരുന്നു. ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് പറഞ്ഞത് തുടങ്ങിയതൊക്കെ പൂട്ടിപ്പോകുന്നു എന്നാണ്. അപ്പോൾ തുടങ്ങി എന്നുള്ളത് ഉറപ്പാണ്. സാർ, ചെറിയ കപ്പലണ്ടി കച്ചവടം മുതൽ ക്ലൗഡ് കിച്ചൺ വരെയുള്ള വലിയ ആശയങ്ങൾ നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കേരളം വ്യത്യസ്തമായ ഒരു മാതൃകയിൽ മുന്നേറുകയാണ് സാർ. നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ വ്യവസായ ഭൂപടങ്ങളിലൊന്നും നിങ്ങൾ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ കേന്ദ്രവും കേരളവും ഒക്കെ ഒന്നിച്ച് ഭരിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ ഈസി ആയിട്ട്. ഇപ്പം ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാരാണ് സാർ കേരളം ഭരിക്കുന്നത്. ഒരു കാലത്ത് വ്യവസായ ഭൂപടങ്ങളിലൊന്നും ഈ കേരളത്തിൻ്റെ ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വ്യവസായ വികസനത്തിൽ 1ാം സ്ഥാനത്തേക്കുള്ള ഒരു കുതിപ്പാണ് കേരളം. 1ാം സ്ഥാനത്തെത്തി. അത് തുടർച്ചയായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് സാർ ഇതുപോലെ ഒരു ഭേദഗതി, വളരെ വ്യക്തമായിട്ടൊരു ഭേദഗതിയുമായി വ്യവസായ വകുപ്പ് വന്നിരിക്കുന്നത്. സാർ, ആ ഭേദഗതിയുടെ ഉദ്ദേശ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ അംഗങ്ങളുടെ കൈകളിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. സാർ, നമ്മുടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ, അതായത് MSME, കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തികളാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല സാർ. ഇവിടെ ഇരിക്കുന്ന ഓരോ MLA മാർക്കും അവരവരുടെ മണ്ഡലത്തിൽ നിങ്ങളുടെ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന, പഞ്ചായത്തുകളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അവരെ വിളിച്ച് ചോദിച്ചാൽ പറയും. ഇപ്പോൾ എനിക്ക് എൻ്റെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് എൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി അടങ്ങുന്ന ബ്ലോക്കാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും അച്ചീവ് ചെയ്ത ടാർഗറ്റുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട് സാർ. അത് ഓരോ MLA മാരും പരിശോധിച്ചാൽ മതി സാർ. ഞങ്ങൾക്കതിൽ സംസ്ഥാനത്ത് ആദ്യമായി 100% ടാർഗറ്റ് കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്തായ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സ്ഥലമാണ്. അദ്ദേഹത്തിനും അതറിയാമെന്ന് ഞാൻ അത് തള്ളിപ്പറയില്ല എന്ന് ഞാൻ കരുതുകയാണ് ആ കാര്യങ്ങൾ. സാർ, MSMEകളെയും സ്റ്റാർട്ടപ്പുകളെയും സഹായിക്കുന്നതിനായി സ്വയം പര്യാപ്തമാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക സഹായ പദ്ധതി കൂടിയുള്ളൊരു സ്ഥലമാണ് കേരളം. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവരെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു ഫോളോ അപ്പ് കൂടി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും UDFൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പറയുന്ന നെഗറ്റീവ് പെർസ്പെക്റ്റീവ്സ് അല്ലേ തിരുവഞ്ചൂർ സാർ. എപ്പോഴും ഇവിടെ കൊള്ളില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയൂ. കാരണം തുടർച്ചയായി 10 വർഷം ഇടതുപക്ഷമല്ലേ. അപ്പോൾ ചെയ്ത നന്മകളൊന്ന് ജനങ്ങളോട് പറഞ്ഞോളൂ. പിന്നെ ഇവിടെ അധികാരത്തിൽ വരുമോ വരത്തില്ലയോ എന്ന് കാരണം ജനങ്ങളല്ലേ തീരുമാനിക്കുക. തീർച്ചയായിട്ടും കഴിഞ്ഞ ഓണേ ഇങ്ങനെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം 2021 കണ്ടു. ഞങ്ങൾ വമ്പിച്ച സീറ്റിൽ വന്നു. ഇനി 140 സീറ്റ് ഞങ്ങൾക്ക് തരരുത്. ആഗ്രഹിച്ചതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് പെർസ്പെക്റ്റീവ്, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം നേരത്തെ അലി സാർ പറയുന്നത് കേട്ട്. സാർ, ഒരു കാലത്ത് അങ്ങേക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ കുട്ടനാട്, ആലപ്പുഴ, കോട്ടയം ഭാഗത്തൊക്കെ പണ്ട് ജന്മി മാടമ്പിത്തരം ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ അത്തരം ഒരു കാലത്ത് 1/7 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന, പാവപ്പെട്ട തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞു ഞങ്ങൾ ട്രാക്ടറിനെ എതിർത്തു എന്ന് പറഞ്ഞു. സാർ, ആ കാലത്ത് ട്രാക്ടറിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആകെയുള്ളത് കാർഷിക മേഖലയായിരുന്നു. ഇന്നലെ ഒരു അംഗം പറയുന്ന കേട്ട് ചുമന്ന കൊടിയെ പറ്റി. സാർ, പുന്നപ്രയിലെയും വയലാറിലെയും കയ്യൂരിലെയും കരുവള്ളൂരിലെയും ചീമേനിയിലെയും ഒക്കെ സഖാക്കൾ, പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ അവകാശ പോരാട്ട സമരത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ആയിരക്കണക്ക് പാവപ്പെട്ട സഖാക്കളുടെ ചെഞ്ചോരയാൽ ചുമന്നതാണ് സാർ ഞങ്ങളുടെ കൊടി. അതായത് അത് ചുമന്ന കൊടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല സാർ. അന്ന് മുതൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്തു എന്ന് ഇപ്പോഴും പറയുമ്പോൾ സാർ, കാലം മാറിയിരിക്കുന്നു. അന്നത്തെ തൊഴിലാളികളെ
ഭൂമിയില്ലാത്തവർക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സാർ ഞങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ കഴിയും സാർ. EMSൻ്റെ കാലത്ത് തുടങ്ങി വെച്ച വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് സാർ. ഭൂമി കൊടുത്തു, അതിനുശേഷം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. മാറി മാറി വന്ന സർക്കാരുകളാണ്, പക്ഷേ അതിൽ മെയിനായിട്ട് പ്രധാന ഇടപെടൽ നടത്തിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് സാർ. അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വീടില്ലാത്തവർക്ക് വീട്, അത് ഇന്നും തുടരുന്നു സാർ. 4.5 ലക്ഷം വീട് ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടാണ് സാർ ഈ സർക്കാർ നിൽക്കുന്നത്. അപ്പം ഭൂമി കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, അവനെ അഭിമാനബോധമുള്ളവനാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറ്റിയപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന കുട്ടികൾ വന്നു സാർ, കമ്പ്യൂട്ടറിൽ അനുകൂലിക്കുന്നു. ട്രാക്ടർ മാറി സാർ, അവിടെ ഇപ്പം യന്ത്രങ്ങൾ വന്നു സാർ. പഴയ പോലെ തൊഴിലാളികളുണ്ടോ? ഇല്ല. നമ്മുടെ നാട് മാറിയില്ല സാർ. അപ്പോഴും ഈ പഴയ ക്ലീശേ വർത്തമാനം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇരിക്കരുത് സാർ. മുതിർന്ന അംഗങ്ങളെങ്കിലും ഇപ്പോൾ വന്ന അംഗങ്ങൾക്ക് അതൊന്ന് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കൂ സാർ. സാർ, ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഭൂമി ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ ഈ അമെൻമെൻറ്റ് വരുന്നതും ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഭൂമിയിൽ എന്നാൽ നമുക്ക് ബാക്കിയുണ്ട് 44 നദികളുണ്ട്, ഏറ്റവും നല്ല വ്യവസായമൊക്കെ തുടങ്ങാൻ പറ്റുന്ന മറ്റ് സാധ്യതകളുണ്ട്. ഇപ്പം വെള്ളമൊക്കെയാണല്ലോ പലപ്പോഴും വ്യവസായത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ അതെല്ലാം കൊണ്ട് അനുഗ്രഹീതമായൊരു സ്ഥലമാണ് സാർ. ഹ്യൂമൻ റിസോഴ്സും നമ്മൾക്ക് നന്നായിട്ടുണ്ട് സാർ. ഇന്ന് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയവുമില്ല സാർ. വലിയ രൂപത്തിലുള്ളൊരു മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, ഈസ് ഓഫ് ഡൂയിങ് റിഫോംസിൽ 1-ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് സാർ. 352 പരിഷ്കാരങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 352 പരിഷ്കാരങ്ങളിൽ 340 എണ്ണവും കൃത്യമായി നടപ്പാക്കിയിട്ടാണ് സാർ. ചുമ്മാതിരുന്നിട്ടല്ല, അത് കൃത്യമായി നടപ്പാക്കിയിട്ടാണ് സാർ നമുക്ക് 1-ാമതാവാൻ കഴിഞ്ഞത് സാർ. 28-ാം റാങ്കിലല്ലായിരുന്നു നമ്മുടെ കേരളം. സംരംഭകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 28-ാം റാങ്കിൽ നിന്ന് 15-ലേക്ക് എത്തി. 15-ൽ നിന്ന് നമ്മൾ 1-ലേക്ക് എത്തിയിരിക്കുകയാണ് സാർ. സംരംഭകരെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് അങ്ങനെ നമ്മൾക്ക് എത്താൻ കഴിഞ്ഞത് സാർ. അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അഭിമാനകരമായ പദ്ധതി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അല്ലേ സാർ? കേരളത്തിലെ സംരംഭക വർഷം പദ്ധതിയാണ് സാർ. ഇന്ന് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അംഗീകാരം നേടിയിരിക്കുകയാണ് സാർ. ഇത് ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ നമ്മൾ പറഞ്ഞത് 1 വർഷം 1 ലക്ഷം എന്നാണെങ്കിൽ നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞല്ലോ സാർ 10 മാസം കൊണ്ട് 1 ലക്ഷം കവർ ചെയ്യാൻ കഴിഞ്ഞു. പരിശോധിച്ച് നോക്കിക്കോളൂ. നിങ്ങൾ പറയുന്ന പോലെ ചെറിയ തട്ടുകടയും പെട്ടുകടയൊക്കെ ഉണ്ടാവും, പക്ഷേ സാർ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ഈ കൊച്ചു കേരളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സാർ. സാർ 2022 മുതൽ 2023 വരെ നോക്കുമ്പോൾ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനം 3-1 വനിതാ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സാർ പറയുന്നത്. സാറ് ഏകദേശം 8000-ലധികം SC/ST സംരംഭങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു സാർ. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സാർ, നമ്മുടെ എല്ലാം പഞ്ചായത്തുകളിൽ ബിടെക് ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. ഇപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി, അവർ കൃത്യമായി മണി പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അവർ പഞ്ചായത്ത് തലത്തിൽ സംരംഭകരെ കോർഡിനേറ്റ് ചെയ്ത് വ്യവസായ വകുപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ്. ശ്രീ വിഷ്ണുനാഥ് തിരിഞ്ഞാണ് സാർ നിൽക്കുന്നത് ഈ സഭയിൽ. സാർ അദ്ദേഹം ഇപ്പോൾ ചർച്ച ചെയ്തല്ലേ, ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്താണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുമോ സാർ? ഇവിടെ സാർ പുറം തിരിഞ്ഞ് നിൽക്കുകയാണ് സാർ. ഇവിടെയാണ് സാർ ഇതുപോലെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് സാർ. ഇതൊന്നും കാണാതെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പുറംതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് സാർ അങ്ങേക്ക് ഇത് പറയേണ്ടി വരുന്നത് സാർ. ഇവിടെയാണ് സാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സാർ ചരിത്രപരമായിട്ടുള്ളൊരു നിയമനിർമ്മാണങ്ങൾക്കും നിയമ ഭേദഗതികൾക്കും എത്രയധികം നിയമനിർമ്മാണങ്ങളും നിയമ ഭേദഗതികളുമാണ് സാർ ഈ കാലത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞത് സാർ. പണ്ട് ലൈസൻസ് കിട്ടുന്നില്ലെന്നല്ല പറയാം, 30 ദിവസത്തിനകമാണ് സാർ സംരംഭങ്ങൾക്ക് അനുമതി ലഭിക്കാനായിട്ട് 30 ദിവസത്തിനകം അനുമതി ലഭിക്കണമെന്നുള്ള തരത്തിലേക്ക് നിയമങ്ങളുണ്ട്. കെ സ്വിഫ്റ്റ് സംവിധാനം ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ലേ സാർ? അതിൽ പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് സാർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി, കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അധികാരം കൊടുത്തിട്ടുണ്ട്. 25-ലധികം തൊഴിലാളികൾക്ക് താഴെയാണെങ്കിലും ഹരിതചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ വഴി ലൈസൻസ് എടുക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജില്ലകളിൽ കുറച്ച് പ്രയാസപ്പെടുത്തുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സാർ. അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി പറയുകയാണ് സാർ. ശ്രദ്ധേയമായി 7 നിയമങ്ങളും 10 ചട്ടങ്ങളും ഈ ചരിത്രപരമായ തീരുമാനത്തിനായി ഭേദഗതി ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് സാർ. പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസിൽ നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ടിൽ നമ്മളൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുമായിരുന്നു അസഹ്യവും ആപൽക്കരവുമായ ലൈസൻസ് എന്നായിരുന്നു സാർ വന്നത്. എന്നാൽ അത് മാറ്റിയിട്ട്, ചെറിയ കാര്യമല്ല, അത് മാറ്റിയാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോഴേ പേടിയാണ്, അസഹ്യവും ആപൽക്കരോ അതെന്താണ് എന്ന് തോന്നുന്നു. അത് മാറ്റി ഫാക്ടറികൾ, വ്യാപാരങ്ങൾ, സംരംഭകത്വ പ്രവർത്തനങ്ങൾ, മറ്റ് സേവനങ്ങൾക്ക് ലൈസൻസ് എന്ന രൂപത്തിലേക്ക് ലൈസൻസിനെ വ്യവസായ സൗഹൃദമാക്കി ആ വകുപ്പിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കി സാർ. കാലാവധി 5 വർഷം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നിശ്ചിത ഫീസ് അടച്ച് ഓൺലൈനിൽ പുതുക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയിരിക്കുകയാണ് സാർ. എന്തെല്ലാം മാറ്റങ്ങളാണ് സാർ ഇവിടെ ഈ ഗവൺമെൻറ് നൽകുന്നത്. അതുപോലെ തന്നെ മാലിന്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു സ്ഥാപനം ആരെങ്കിലും പരാതി കൊടുത്താൽ
അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് തേടണമെന്നും പ്രശ്നം കണ്ടെത്തിയാൽ മതിയായ സമയം സംരംഭകന് നൽകണമെന്ന് പറയണം. പെട്ടെന്ന് പൂട്ടാൻ പറയല്ല, മതിയായ സമയം നൽകണമെന്ന് പറയുകയാണ് സാർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ് 25 തൊഴിലാളികൾ താഴെയാണെങ്കിൽ സാർ നിർത്താം സാർ 10 കോടിയിൽ താഴെ നിക്ഷേപം വരുന്നതും റെഡ് കാറ്റഗറിയിൽ വരാത്തതുമായ സംരംഭങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ കഴിയും സാർ. അവർക്ക് 3 വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ലൈസൻസ് എടുത്താൽ 3 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസവും കൂടി കഴിഞ്ഞ് ലൈസൻസ് എടുത്താൽ മതി സാർ. സാർ നാനോ സംരംഭങ്ങൾ അതിന് വലിയ സംവിധാനങ്ങളല്ലേ സാർ. MLA-മാർക്ക് ഇത് അറിയണ്ടേ സാർ, ചെറുപ്പക്കാർക്ക് വേണ്ടി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? നാനോ സംരംഭങ്ങൾക്കൊക്കെ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഒരു ലൈസൻസും വേണ്ട, തുടങ്ങാൻ പറ്റും സാർ. ഇപ്പോൾ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് പോലും നമ്മൾക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് സാർ. സാർ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ് സാർ. നമ്മൾ പലപ്പോഴും നെഗറ്റീവ് പെർസ്പെക്റ്റീവ് പറയുമെന്ന് ഞാൻ പറഞ്ഞു സാർ. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മാറിയതനുസരിച്ച് ചിന്തകൾ മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ കാലത്ത് ഇവർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഏത് പദ്ധതി ഏറ്റെടുത്താലും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിവുള്ള ആർജവമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം സാർ. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് ചെയ്താലും അത് ജനങ്ങളോട് പറയാൻ കഴിയുന്നുണ്ട് സാർ. സാർ ഐഫോണിന്റെ 450 കോടി ഒരു ഫാക്ടറി കർണാടകയിൽ അടിച്ചു പൊളിച്ചു സാർ, ആർക്കും പ്രശ്നമില്ല. കേരളത്തിലാണെങ്കിൽ എന്തായിരിക്കും സാർ, ആരും വാർത്ത പോലും ആക്കുന്നില്ല. അതുപോലെ ആന്ധ്രാപ്രദേശിൽ സാർ ഒരു ജനറൽ മാനേജറാണ് സാർ കൊല ചെയ്യപ്പെട്ട ഒരു കമ്പനിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ല് നിർമ്മിക്കുന്നത് നമ്മുടെ കേരളത്തിലല്ലേ സാർ. അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് സാർ. അപ്പൊ കേരളത്തിലെ യുവാക്കളോട് കേരളം മോശമാണെന്ന് നാഴേക്ക് നാപ്പോട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാർ കേരളം നന്നാവുന്നത്? സാർ ഇത്തരത്തിൽ വലിയ തരത്തിലേക്ക് ഇപ്പൊ സാർ നിർത്താം സാർ. ടെക്നോ പാർക്ക് അടക്കമുള്ള സ്ഥലത്ത് 2 ലക്ഷത്തിലധികം ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നില്ല സാർ. ഇതെല്ലാം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടല്ലേ സാർ. അത്തരത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ കേവലമായ അധികാരത്തിന് വേണ്ടി ഇതിനെയൊന്നും തള്ളിപ്പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഡിസൈൻ മൂവ് ചെയ്യുന്നു സാർ. ശ്രീ മോൻസ് ജോസഫ്, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ ഈ ഭേദഗതി മൂവ് ചെയ്യുന്നു. സാർ, കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് ഏറ്റവും സുഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒരു പൊതുവികാരമായി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായ പുരോഗതി കൈവരിക്കാൻ ഇനിയും വളരെയേറെ കടമ്പകൾ മുന്നോട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഈ കടമ്പകളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള കാര്യക്ഷമമായ ഒരു പരിശ്രമത്തെ രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയ്ക്കുവാനും അത് നല്ല നിലയിൽ നടപ്പാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ അതിനോട് സഹകരിക്കുവാനും എല്ലാവരും തയ്യാറാണ് എന്ന ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നല്ല നിലയിൽ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചതിനെക്കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മഞ്ഞളാംകുഴി അലിയും PC വിശ്വനാഥും എല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, നമ്മുടെ ഇന്ന് LDF ഗവൺമെൻറ് നടത്തുന്ന ഈ പരിശ്രമങ്ങളിൽ തീർച്ചയായിട്ടും വസ്തുതാപരമായൊരു വിലയിരുത്തൽ വളരെ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പദ്ധതികൾ തന്നെ. സാർ, ഞാൻ പ്രദാനം ചെയ്യുന്ന കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ കോട്ടയം ജില്ലയിൽ കോട്ടയം ടെക്സ്റ്റൈൽസ് ദീർഘകാലമായി നമ്മുടെ സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മില്ലുകളുണ്ടായിരുന്നു. ഇപ്പം കോട്ടയം ടെക്സ്റ്റൈൽസ് പൂട്ടിക്കിടക്കുകയാണ്. ഒന്നര വർഷത്തോളമായി കോട്ടയം ടെക്സ്റ്റൈൽസ് പൂട്ടിക്കിടക്കുകയാണ്. പല പ്രാവശ്യങ്ങളിലായി അടച്ചു പൂട്ടിയിട്ടുണ്ട്, ഇടയ്ക്ക് തുറക്കും. സാർ, ഇവിടെ പലപ്പോഴും പൂട്ടിയിട്ടുള്ളത് വൈദ്യുതി വകുപ്പ് കറണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി വകുപ്പുകാരൻ വന്ന് ഫീസ് വരികയാണ്. ഇത് എല്ലാം ഇപ്പുറത്തെ വ്യവസായ വകുപ്പ്. കോട്ടയത്തെ ട്രാവൻകൂർ സിമൻസ് മരിച്ചതിന് തുല്യമായി പൂട്ടിയതിന് തുല്യമായി കിടക്കുകയാണ്. സാർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നമുക്ക് കാര്യക്ഷമമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കുറിച്ചും പുതിയ വ്യവസായത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് ഒരു വശത്ത് നല്ലതാണ്. പക്ഷേ ഇതെല്ലാം സംരക്ഷിക്കാനും നിലനിർത്താനും കഴിയാതെ ഈ പുതിയതിലേക്ക് പോകണമെന്ന് പറയുന്നതിനകത്ത് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് സംശയിക്കേണ്ടി വരികയാണ്. സാർ, അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ വരട്ടെ, നല്ലതാണ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തെ നിലനിർത്തിയ കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്ക് സംരക്ഷണം നൽകിയ ഒരുപാട് തൊഴിലാളികളുടെ ജീവിതമാർഗമായിരുന്ന ഇതുപോലെയുള്ള സംരംഭങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഇപ്പം ഞാൻ ഈ കോട്ടയം ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവുമായി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു, ചർച്ചകൾ നടത്തി. അദ്ദേഹം കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 8 കോടി രൂപയുടെ പദ്ധതി അതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച് അദ്ദേഹം കൊണ്ടുവരുന്നതായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് ഇപ്പോഴും ഇത്രയും നാളായ മാസങ്ങളായിട്ട് ശമ്പളമില്ല. ആ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ്.
സാർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായ ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്ന് കാര്യക്ഷമമാക്കി പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി ഗൗരവമായി ഗവൺമെൻറ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഞാൻ അധിക സമയം എടുക്കാതെ ഞാൻ ചുരുക്കാൻ തയ്യാറാണ്. രാവിലെ അടിയന്തര പ്രമേയത്തിൽ അങ്ങ് പറഞ്ഞു ഒരു 5 മിനിറ്റിൽ താഴെ അടിയന്തര പ്രമേയ വിഷയം തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാർ ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി KPPL നമ്മൾ വെള്ളൂർ HNL ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന പേപ്പർ മില്ലാണ്. ആ വെള്ളൂർ HNL അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഗവൺമെൻറ് നല്ല കാര്യം ചെയ്തു. അവിടെ 700 ഏക്കറോളം വരുന്ന സ്ഥലം അത് ആരെങ്കിലും ചുളുവിലക്ക് തട്ടിക്കൊണ്ട് പോയേനെ. സംസ്ഥാന ഗവൺമെൻറ് ട്രിബ്യൂണലുമായി ആ തീർപ്പുണ്ടാക്കിയപ്പോൾ ആ സ്ഥലം ഏറ്റെടുത്ത് 700 ഏക്കർ കേരളത്തിൻ്റെ പൊതുസ്വത്തായി നിലനിർത്താൻ ഗവൺമെൻറ് എടുത്ത നിലപാട് ഏറ്റവും അത് അനുഗ്രഹമായ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഏറ്റെടുത്ത ശേഷം സാർ അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് KPPL പത്രക്കടലാസ് അടിക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ നടത്തി. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തതാണ്. നമ്മുടെ എല്ലാവരും പങ്കെടുത്തു. സാർ ഇപ്പോൾ അവിടെ കാര്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. നമുക്ക് പത്രക്കടലാസ് ഉൽപ്പാദനം ഫലപ്രദമായി നടത്താൻ കഴിയുന്നില്ല. അവിടെയുള്ള തുരുമ്പെടുത്ത മുഴുവൻ മെഷീനുകളും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. സാർ അത് മുഴുവൻ മാറ്റി പുതിയതാക്കി കൊണ്ടുവന്നാൽ മാത്രമേ അത് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. KPPL ഇന്ന് ഗുണപ്രദമായി നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു സ്ഥാപനമാണ്. അതിലേക്ക് വരാൻ കഴിയാത്ത ഒരു സുവിശേഷത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പുതിയതായിട്ട് അവിടെ ആളുകൾക്ക് വലിയ തൊഴിൽ സാധ്യതകളുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സാർ ഇതിന് കൂടെ വലിയ പ്രതീക്ഷയോടെ ഈ 700 ഏക്കർ വരുന്ന സ്ഥലത്ത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഒരു റബ്ബർ പാർക്ക്. കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്കും നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലയ്ക്കും ഉണർവ് പകരുന്ന വലിയ പ്രഖ്യാപനമായിരുന്നു. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു കോട്ടയത്ത്. ഈ റബ്ബർ പാർക്ക് ഇപ്പോൾ നിൽക്കുന്നത് പാർക്കിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടില്ല. 2-3 വർഷം കഴിയുകയാണ്. ഒരു ചുറ്റുമതിൽ മാത്രം കെട്ടി അത് കേരളത്തിലെ റബ്ബർ ബോർഡിലെ ചെയർപേഴ്സണായിരുന്ന കോട്ടയം കളക്ടറായിരുന്ന ഷീല തോമസിനെ പോലെ നമ്മുടെ ഇവിടെ ചീഫ് സെക്രട്ടറി ഏറ്റവും നല്ല ഉന്നത ഉദ്യോഗസ്ഥയെ തന്നെ അവിടെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്തു. പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒന്നും നടക്കാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചുറ്റുമതിലിന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അത് ചുറ്റുമതിൽ കിട്ടിയിട്ടിരിക്കുകയാണ്. സാർ അതിനകത്ത് ഈ റബ്ബർ പാർക്ക് ഉണ്ടാകണ്ടേ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായി ചിന്തിക്കുവാൻ തയ്യാറാകണം. റബ്ബർ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരണം. സാർ അതുകൊണ്ട് ഞാൻ അങ്ങ് ഇടപെടുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയത്തിൻ്റെ പരിമിതി വേണം. എങ്കിലും ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. സാർ അത് കേരളത്തിൻ്റെ ഈ വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ബ്യൂറോക്രസിയുടെ ഇടപെടലുകൾ. സാർ എന്തുമാത്രം ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവാസി ലോകത്തുനിന്ന് നമുക്കെല്ലാം പരിചിതരായിട്ടുള്ള നിരവധി US-ലുള്ളവർ അതുപോലെ മറ്റ് യൂറോപ്പിലുള്ളവരും വിവിധ രാജ്യങ്ങളിലുള്ളവർ അവരിവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വന്നിട്ട് ഇവിടുത്തെ ഈ ബ്യൂറോക്രസിയുടെ നമ്മുടെ ഓഫീസ് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സഹകരണക്കുറവുകൊണ്ട് ആരെങ്കിലും ഒരു പണമുള്ളവൻ മുടക്കാൻ വന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് എത്ര കൊള്ളയടിക്കാൻ പറ്റും, എന്ത് കൈക്കൂലി കിട്ടും എന്ന് ചിന്തിക്കുന്ന ദുരാഗ്രഹവുമായി നമ്മുടെ ഒരു പറ്റം ഉദ്യോഗസ്ഥ സംവിധാനം വ്യവസായിയാണെന്ന് പറഞ്ഞാൽ ഉടനെ അവനെ കൊല്ലാൻ വേണ്ടി എങ്ങനെ കഴുത്തിറക്കാം, എത്ര കൈക്കൂലി മേടിക്കാം എന്ന് ചിന്തിക്കുന്ന ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും കേരളത്തിൽ തുടരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. സാർ ഇത്തരം കാര്യങ്ങളിൽ പൊളിച്ചെഴുത്തുണ്ടാകാതെ ഇവിടെയൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത ഉണ്ടാകേണ്ടത്. ഗവൺമെൻറ് ഇടപെട്ട് അത്തരം ഇപ്പോൾ ഇവർ വരുന്ന വ്യവസായികളെല്ലാം നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോവുകയല്ലേ, പാലക്കാടിനപ്പുറം പോവുകയാണ്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലേക്കും തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കും എല്ലാം പോകാൻ ആളുകൾ തയ്യാറാകുകയാണ്. എത്ര സുതാര്യമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്? ഇവിടെ ആ സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഗൗരവമായി ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ തയ്യാറാകണം. വ്യവസായം തുടങ്ങാനും ഉള്ള വ്യവസായത്തെ നിലനിർത്താനും കഴിയുന്ന വിധത്തിലുള്ള ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് കേരളം വരുന്നതിന് ഈ ചർച്ച സഹായകരമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭേദഗതി മൂവ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ അങ്ങ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ്. 4 ബില്ല് കൂടിയുണ്ട്. സർ, ഈ ബില്ല് കേരള വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബില്ല് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നിലവിലുള്ള നിയമത്തിലെ ചില ശിക്ഷാ വ്യവസ്ഥകളെ ഇളവ് ചെയ്ത് അത് ഒഴിവാക്കി, ഇളവ് ചെയ്തല്ല, തടവ് ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഒഴിവാക്കി
ഡീക്രിമിനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ചർച്ചയിൽ വന്ന ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ചർച്ച തുടങ്ങി വെച്ച ബഹുമാന്യനായിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി അലി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ സഭയിൽ കാണുന്നില്ല. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം വ്യവസായ വകുപ്പിനും സർക്കാരിനുമെതിരെ നടത്തിയത്. അദ്ദേഹം ഈ ബില്ലിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സ്വയം ഒരു ബിസിനസ്സുകാരനാണ്. ഒരു വ്യവസായിയായ നിയമസഭാംഗം ഇത്ര പ്രധാനപ്പെട്ട ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവന്നതിനെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് അക്ഷരാർത്ഥത്തിൽ എന്നെ അമ്പരപ്പിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് വിയോജിപ്പ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞതുമില്ല. ഏതാണ് ഈ ഭേദഗതികളിൽ അദ്ദേഹത്തിന് വിയോജിപ്പുള്ള കാര്യം, ബില്ലിൻ്റെ ഉള്ളടക്കത്തിൽ എന്തിലാണ് വിയോജിപ്പ്, അദ്ദേഹം പറഞ്ഞില്ല. പിന്നീട് തുടർന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് മാത്രമാണ് എന്നാണ്. ബില്ലിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു വിയോജിപ്പ് അദ്ദേഹത്തിന് രേഖപ്പെടുത്താൻ ആയിട്ടില്ല, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണ്. സർ, അദ്ദേഹം ഒരു കാര്യം ആദ്യം ഇവിടെ ഉന്നയിച്ചത്, ഈ പാലക്കാട് എന്തോ CITUവിൻ്റെ ഒരു സമരം നടക്കുന്നു, അതുകൊണ്ട് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. വ്യവസായ അന്തരീക്ഷത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് CITU, ട്രേഡ് യൂണിയൻ എന്നൊക്കെയാണ്. 2 ദിവസം മുമ്പ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സമരം പല തൊഴിലാളി സംഘടനകളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, തൊഴിൽ സമരങ്ങളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്നതാണ്. ഇത് മാടവനയിൽ INTUC സമരം, കോൾഡ് സ്റ്റോറേജ് സ്ഥാപനത്തിൽ ചുമട്ടുതൊഴിലാളികളെ ജോലിക്കെടുക്കണമെന്നാവശ്യം, ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നതും കയറ്റുന്നതും ഞങ്ങളുടെ തൊഴിലാണെന്ന് INTUC. സർ, ഇങ്ങനെയുള്ള സമരങ്ങൾ പല തൊഴിലാളി സംഘടനകളും നടത്താറുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ മാത്രം തലയിൽ ചാർത്തി ഒറ്റപ്പെട്ട നിലയിൽ അവിടെയോ ഇവിടെയോ നടക്കുന്ന ചില സമരങ്ങളെ ഒരിടത്ത് INTUC ചെയ്തിട്ടുണ്ടാവും, വേറൊരു സ്ഥലത്ത് CITU ചെയ്തിട്ടുണ്ടാവും. അത് കേരളത്തിലെ തൊഴിലന്തരീക്ഷത്തെ മുഴുവൻ കലുഷിതമാക്കി എന്ന് സാമാന്യവൽക്കരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അന്ധത മാത്രമാണ്. സർ, ഇനി തൊഴിലാളി സംഘടനകളും അവരുടെ സമരങ്ങളും വ്യവസായ അന്തരീക്ഷത്തിൽ ആയിട്ട് അല്ലെങ്കിൽ വ്യാവസായിക ഉൽപ്പാദനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണോ? ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഒക്ടോബർ 26, 2024, ആർ ഇൻഡസ്ട്രിയൽ സ്ട്രൈക്സ് ബാഡ് ഫോർ ബിസിനസ്, ഡേറ്റ ഫ്രം തമിഴ്നാടു സേസ് അതർവൈസ്. അതായത് ഈ തൊഴിൽ സമരങ്ങൾ വ്യവസായ അന്തരീക്ഷത്തിന് ദോഷമാണ് എന്ന വാദത്തിനെതിരാണ് ഡേറ്റകൾ. തമിഴ്നാട്ടിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെൻ വർക്കേഴ്സ് at Samsung India Electronics Factory in Sriperumbudur near Chennai went on strike for more than a month recently, many people argued once again that strikes are harmful to business. This view gathered steam when Samsung India Electronics claimed in the Madras High Court on Tuesday that it had suffered a loss of around $100 million due to the strike by the workers who were demanding recognition of their on October 5th. പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇത് വളരെ ശ്രദ്ധിക്കണം. പറഞ്ഞ ആൾ സ്ഥലത്തില്ലെങ്കിലും കേട്ട ആളുകളെങ്കിലും ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. In the 2018 period, Tamil Nadu was the state with the highest number of industrial strikes. ശ്രദ്ധിച്ചോളണം, കേരളമല്ല. 2008-നും 2018-നും ഇടയിൽ തമിഴ്നാടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ സ്ട്രൈക്ക് നടന്ന, തൊഴിൽ സമരങ്ങൾ നടന്ന സംസ്ഥാനം. ബട്ട് ഇറ്റ് വാസ് ഓൾസോ വെർ ദ മാക്സിമം നമ്പർ ഓഫ് ഫാക്ടറീസ് വർ സെറ്റപ്പ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് എംപ്ലോയ്ഡ്. ഇത് കാണിക്കുന്നത് എന്താ? തൊഴിൽ സമരങ്ങളും ഈ വ്യവസായം വരുന്നതും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമരം നടന്നത്, എത്രയാണ് സമരം നടന്നതെന്നറിയാമോ? 2008-ൽ 28%, ഇന്ത്യയിൽ ആകെ നടന്ന തൊഴിൽ സമരങ്ങളുടെ 28% തമിഴ്നാട്ടിലാണ്. 2018-ൽ അത് 30%, കൂടുകയാണ് ചെയ്തത്. 30%. മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഈ ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആകെ വർക്ക് ഫോഴ്സിന്റെ 20%. 20%. ബഹുമാനപ്പെട്ട ചെയർ അനുവദിക്കില്ല, സമയത്തിന്റെ പ്രശ്നം. 20% ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് 50 എക്കണോമീസിനകത്ത് വരുന്നില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ വ്യവസായ വളർച്ചയ്ക്ക് ഒരു പ്രശ്നം തൊഴിൽ സമരങ്ങളാണ് എന്ന വാദം തെറ്റാണ് എന്ന് ആധികാരികമായിട്ടൊന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സർ, ബഹുമാനായിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി അലി പഴയ
പഴയ പാഠങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. കമ്പ്യൂട്ടറിനെ എതിർത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സർ, എതിർത്തത് കമ്പ്യൂട്ടറിനെ അല്ല, എതിർത്തത് ടെക്നോളജിയല്ല, എതിർത്തത് ഒരു പുതിയ സാങ്കേതികവിദ്യ നടപ്പിലാക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിന് എതിരെ സ്വാഭാവികമായിട്ട് തൊഴിലാളികളുടെ സമരം വരും. ലോകത്തെല്ലായിടത്തും അതുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണോ ഈ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനായിട്ടുള്ള സമരം ഉണ്ടായിട്ടുള്ളത്? തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിന് എതിരായിട്ടുള്ള സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഈ എന്നോ പറഞ്ഞ കാര്യം ഈ പഠിച്ചത് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അദ്ദേഹം പറഞ്ഞു 42,000 സംരംഭങ്ങൾ പൂട്ടിപ്പോയി എന്ന്. നേരത്തെ ഇവിടെ ശ്രീമതി യു പ്രതിഭ പറഞ്ഞല്ലോ, ആദ്യത്തെ വാദം എന്തായിരുന്നു? തുടങ്ങിയിട്ടേ ഇല്ല എന്നായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എന്തെത്തി? പൂട്ടിപ്പോയി. അപ്പൊ തുടങ്ങിയതാണല്ലോ പൂട്ടുന്നത്. ഞാനിവിടെ നേരത്തെ രാവിലെ മറുപടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിക്ക് വേണ്ടി മറുപടി പറയുമ്പോൾ പറഞ്ഞു, ഇയർ ഓഫ് എന്റർപ്രൈസസ്, സംരംഭക വർഷം, പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ചീഫ് സെക്രട്ടറി കോൺഫറൻസിൽ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇയർ ഓഫ് എന്റർപ്രൈസസ്. അപ്പൊ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരം നേടിയൊരു കാര്യം കേരളത്തിലെ നിയമസഭയിൽ രാഷ്ട്രീയാന്ധത കൊണ്ട് ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ അംഗീകരിക്കുന്നേയില്ല എന്നത് എത്ര നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി എന്താ വസ്തുത പൂട്ടിപ്പോയതിന്റെ കാര്യം? 2023 ഒന്നാം സർവേ പ്രകാരം സംരംഭക വർഷം 1 പ്രകാരം ആരംഭിച്ചവയിൽ പൂട്ടിപ്പോയത് 15%. 2024 സർവേ നടത്തി സംരംഭക വർഷം 2 പ്രകാരം ആരംഭിച്ചവയിൽ പൂട്ടിപ്പോയത് 9% കുറഞ്ഞു. അപ്പോ പൂട്ടിപ്പോയത് കുറയുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ വർഷം 15% നിലനിൽക്കാൻ കഴിയാതെ പോയി, രണ്ടാമത്തെ വർഷമായപ്പോൾ അത് 9% കുറഞ്ഞു എന്നതാണ് കാണിക്കുന്നത്. ഇതുപോലൊരു സർവേ എത്ര എണ്ണം അതിജീവിക്കുന്നു, എത്ര എണ്ണം നിലനിൽക്കുന്നു, എത്ര എണ്ണം പൂട്ടിപ്പോകുന്നു എന്നത് സർക്കാർ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. അത്രയും സുതാര്യമായിട്ടാണ് കേരളം ഇത് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. സർ, വേൾഡ് എക്കണോമിക് ഫോറവും യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ബിസിനസ് സ്കൂളും ചേർന്ന് നടത്തിയ ഒരു ഗവേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ SMEകളിൽ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസിൽ 67% അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ് എന്നതാണ്. ഇതാണ് ആഗോളമായിട്ടുള്ള ഒരു പഠനം. 67%. അപ്പൊ നമ്മൾ 15% ആദ്യത്തെ വർഷം കൂട്ടിപ്പോയി, രണ്ടാമത്തെ വർഷം 9%-ലേക്ക് കുറഞ്ഞു. അപ്പോൾ ആഗോളമായിട്ടുള്ള കണക്കനുസരിച്ച് 67% അതിജീവിക്കുക പ്രയാസമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട ഒരു നിലയാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, ഇത് ശശി തരൂർ തന്നെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിലെ ഡേറ്റ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയതിനാണല്ലോ വലിയ പുകിലുണ്ടായത്. ശശി തരൂരിന്റെ വായടപ്പിച്ചത് ഇവരെല്ലാവരും കൂടി. അപ്പൊ കേരളത്തെക്കുറിച്ച് ആരും നല്ലത് പറയരുത്, അബദ്ധത്തിൽ പോലും നല്ലത് പറഞ്ഞു പോകരുത് എന്നതാണ് മനോഭാവം. ആ നിർഭാഗ്യകരമായിട്ടൊരു മനോഭാവം ഇപ്പോഴും തുടരുന്നതാണ് ഈ ചർച്ചയിലും കണ്ടത്. ഇപ്പോ ശ്രീ മഞ്ഞളാംകുടിയേലി ചോദിച്ചു, പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെ പിന്നോട്ടെടുപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞു. എന്ന് എന്തു സന്തോഷത്തോടു കൂടിയാണ് ലീഗിന്റെ MLA ഇവിടെ ഉദ്ധരിക്കുന്നത്. നിർമ്മലാ സീതാരാമനെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ കേരളത്തെ ആക്ഷേപിക്കുന്നതിൽ BJPയും UDFും ലീഗും എല്ലാം ഒരുമിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓപ്പറേഷണൽ ലോസിനെ കുറിച്ച് ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി. സർ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എപ്പോഴും LDF സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് റിവൈവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എപ്പോഴും ലാഭത്തിലായിട്ടുള്ളത് LDF സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിലാണ്. കേരളത്തിലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രം ഉപേക്ഷിക്കുന്ന കൈയൊഴിയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കേരളത്തിലെ സർക്കാർ സംരക്ഷിക്കുന്നതാണ് അനുഭവം. ഇപ്പോൾ KPPLന്റെ ഉദാഹരണം അറിയാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ചപ്പോഴാണല്ലോ ടെൻഡറിൽ പങ്കെടുത്ത് കേരളം അത് നേടിയെടുത്തതും കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ആയിട്ട് അത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായിട്ട് ആരംഭിച്ചതും. ഇനിയൊരു 10 മിനിറ്റ് കൂടി. സർ, മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, തമിഴ് പത്രങ്ങളായ ദിനതന്തി, ദിനകരൻ, ദിനമലർ, മാലൈമലർ, തെലുങ്ക് പത്രങ്ങളായ സാക്ഷി, ആന്ധ്രജ്യോതി, നവതെലങ്കാന, പ്രജാശക്തി, ഹിന്ദി ഗുജറാത്തി പത്രങ്ങളായ ദൈനിക് ഭാസ്കർ, ഗുജറാത്ത് സമാചാർ, ഇംഗ്ലീഷ് ദിനപത്രങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു, ബിസിനസ് സ്റ്റാൻഡേർഡ്, ഫൈനാൻഷ്യൽ എക്സ്പ്രസ്, ഡെക്കൻ ക്രോണിക്കിൾ തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ KPPLന്റെ ന്യൂസ് പ്രിന്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കേന്ദ്ര പൊതുമേഖലയെ സംരക്ഷിച്ച് പൊതുമേഖലയിൽ നിലനിർത്തിയത് എന്നതാണ് കാണിക്കുന്നത്. ഞാൻ
സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സർ, ശ്രീ മഞ്ഞളാംകുടിയേലിയുടെ പറഞ്ഞ വേറൊരു കാര്യം, വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. വൈദ്യുതി വകുപ്പ് നിഷേധാത്മകവും വ്യവസായ വിരുദ്ധവുമായ സമീപനം സ്വീകരിക്കുന്നു എന്നാണ്. സർ, 2023 പുറത്തിറക്കിയ വ്യവസായ നയത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് വിവിധ വകുപ്പുകൾ നൽകുന്ന ഇളവുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് 18 തരത്തിലുള്ള സബ്സിഡികളാണ് വ്യവസായ നയപ്രകാരം നൽകുന്നത്. ഇതിൽ സൗജന്യ നിരക്കിലുള്ള വൈദ്യുതിയും അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവും ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക 272.2 കോടിയാണ് സർ സർക്കാർ എഴുതിത്തള്ളിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക 272.2 കോടി ഈ സർക്കാർ എഴുതിത്തള്ളുകയുണ്ടായിട്ടുണ്ട്. സർ, അദ്ദേഹം ഇവിടെ വ്യവസായ പാർക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. പ്രേതാലയങ്ങളായി മാറി എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. കേരളത്തിലെ വ്യവസായ പാർക്കുകൾ പ്രേതാലയങ്ങളായി മാറി. സർ, എന്താണ് കണക്ക്? ഈ സർക്കാരിന്റെ കാലയളവിൽ കിൻഫ്രയിൽ 443 യൂണിറ്റുകൾക്കായി 322.6 ഏക്കർ ഭൂമിയും 6.9 ലക്ഷം അടി ബഹുനില കെട്ടിട സമുച്ചയവും അലോട്ട്മെന്റ് നടത്തി. ഇതിലൂടെ 28,749 തൊഴിലവസരങ്ങളുണ്ടായി. 3,357 കോടിയുടെ സ്വകാര്യ നിക്ഷേപമുണ്ടായി. സർ, കിൻഫ്രയിൽ പ്രമുഖ കമ്പനികളായിട്ടുള്ള TCS, ടാറ്റ എൽക്സി, വി-ഗാർഡ്, അഗപ്പോ ഡയഗ്നോസ്റ്റിക്, വിൻവിഷ് ടെക്നോളജീസ്, ട്രാൻസിഷൻ ഷിപ്പിംഗ് കമ്പനി, ഡി സ്പേസ്, ജെൻ റോബോട്ടിക്സ് എന്നിവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, കിൻഫ്ര സ്പൈസസ് പാർക്കിന്റെ 1ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 80% ഭൂമിയും അനുവദിച്ചു കഴിഞ്ഞു. സർ, അതുപോലെ തന്നെ ഈ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. പുതുശ്ശേരി സെൻട്രൽ, പുതുശ്ശേരി വെസ്റ്റ്, കണ്ണമ്പ്ര വില്ലേജുകളിൽ ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വ്യവസായ പാർക്കുകളുടെ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ കൈവശമുണ്ടെങ്കിലും ഞാനത് തൽക്കാലം ചുരുക്കുകയാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് ശ്രീ മഞ്ഞളാംകുടിയേലി പറയുന്നത് ഇതൊക്കെ പ്രേതാലയങ്ങളായി മാറി എന്ന്. സർ, അദ്ദേഹം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. UDF സർക്കാരിൻ്റെ കാലത്ത് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളം ഡിജിറ്റലായി മാറിയത് എന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉയർത്താനുള്ള ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. സർ, കേരളം ആവാൻ പോവുകയാണ്. ഈ മെയ് മാസത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ. ഇപ്പോൾ അത് ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപുലമായിട്ടുള്ള ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. സാക്ഷരത മാത്രമല്ല സർ, ഡിജിറ്റലായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി ഒരിക്കൽ പ്രഖ്യാപിച്ചതാണ്. ഡിജിറ്റലായിട്ട് അന്നത്തെ നിലക്ക്. ഇപ്പം ഇനി ടെക്നോളജി മാറി വേറെ പ്രഖ്യാപനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചാണ്. എല്ലാവരും ടെക്നോളജി അല്ലേ, എല്ലാ ആളുകളും ടെക്നോളജി കൈകാര്യം ചെയ്യുന്നില്ല. സർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഈ സർക്കാരിന്റെ കാലത്താണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. സർ, K-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ, ഏകീകൃത സോഫ്റ്റ്വെയർ തദ്ദേശ സ്ഥാപനങ്ങളിലാകെ നടപ്പാക്കി. മൊബൈൽ ആപ്ലിക്കേഷൻ വന്നു. ഏപ്രിൽ 10-ാം തീയതി പഞ്ചായത്തുകളിൽ കൂടി വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഞങ്ങൾ അതിനെ അംഗീകരിക്കും. അക്ഷയയാണ് തുടക്കം. ശരി, എൻ്റെ വാദം അതോടുകൂടിയാണ് കേരളം ഡിജിറ്റലായത് എന്ന് പറഞ്ഞത് അതിന് കവിഞ്ഞ അവകാശവാദമാണ്. ഇപ്പോഴാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ ആവുന്നത് എന്നാണ്. ശരി സർ, അപ്പോൾ ബഹുമാനായിട്ടുള്ള മുൻ വ്യവസായ മന്ത്രി മുതിർന്ന നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് വഴങ്ങിയതാണ്. ഇനി സമയം ശ്രദ്ധിച്ചോളാം. സർ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രീ മഞ്ഞളാംകുടിയേലി പറഞ്ഞത്. പിന്നെ ശ്രീ PC വിഷ്ണുനാഥ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പറയാനുള്ളതെല്ലാം പറഞ്ഞ് സ്ഥലം വിട്ട ബഹുമാനായിട്ടുള്ള മഞ്ഞളാംകുടിയേലിയെ പോലെ അദ്ദേഹം സ്ഥലം വിട്ടില്ല. അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൻ്റെ ആവർത്തനമാണ്. GSDP വളർച്ച കുറഞ്ഞു. നിങ്ങൾ വ്യവസായ സംരംഭമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അത് GSDPയിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പുതിയ വാദമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതും
ബഹുമാനായിട്ടുള്ള വ്യവസായ മന്ത്രി വിശദമായ പ്രസന്റേഷൻ സഹിതം നിരാകരിച്ചതും തുറന്നു കാണിച്ചതുമായിട്ടൊരു വാദമാണ്. സർ, എന്താണ് GSDPയുടെ സ്ഥിതി? 2020-21 കേരളത്തിൻ്റെ GSDP അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 7,71,723 കോടി. 2021-22 അത് വർദ്ധിച്ച് 3,24,465 കോടിയായി കൂടി. സർ, 2022-23 വീണ്ടും കൂടി 10,23,602.46 കോടിയായി. എന്ന് പറഞ്ഞാൽ 99,137 കോടി രൂപയുടെ വർധനവ് 21-22 22-23 ഇടയിലുണ്ടായി. 1 ലക്ഷം കോടിയോളം രൂപയുടെ വർധനവ് GSDPയിലുണ്ടായി. എക്കണോമിക് സർവേയിലെ കണക്കുകളാണ്, എക്കണോമിക് റിവ്യൂവിലെ. 2023-24 11,46,108.67 കോടി രൂപയായി. 11,46,108.67 കോടി രൂപയായിട്ട് കൂടി. വർധനവ് 1,22,506 കോടിയാണ്. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 10 ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. GSDPയിൽ 10 ലക്ഷം കോടി രൂപയുടെ അതും പിന്നിട്ടിപ്പോൾ 11,46,000 കോടിയായിട്ട് GSDP വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാദമനുസരിച്ചാണെങ്കിൽ ഇത് GSDPയിൽ പ്രതിഫലിക്കണ്ടേ എന്ന് ചോദിച്ചാൽ, ഇത്തരം ഇനീഷ്യേറ്റീവിൻ്റെ ഫലമായിട്ടാണ് അത് GSDPയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് GSDPയുടെ വളർച്ച ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണണം. അങ്ങ് പറഞ്ഞ സമയത്തോട് എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ വാദമുണ്ട്. 23-24 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചത് 53. ആകെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം 1912.97 കോടി രൂപ. 1912.97 കോടി. പറഞ്ഞ അദ്ദേഹം ഈ വസ്തുത മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ പൊതുമേഖല നഷ്ടത്തിലാവുകയല്ല, ലാഭത്തിലാവുകയാണ് ചെയ്തത്. 131-ൽ 53 ലാഭത്തിലായി ഈ സർക്കാരിൻ്റെ കാലത്ത്. സർ, ഇനി ഈ കശുവണ്ടിയുടെ കൂടി കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിൽ ഈ ബില്ലിൻ്റെ ചില കാര്യങ്ങളിലേക്ക് കൂടി വരാം. കശുവണ്ടിയെക്കുറിച്ച് ശ്രീ വിഷ്ണുനാഥ് വളരെ വികാരപരമായിട്ടിവിടെ പറഞ്ഞു. സ്വകാര്യ മേഖല ഉൾപ്പെടെ സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടത് തോട്ടണ്ടി ലഭ്യതയുടെ കുറവാണ്, സംസ്കരണ ചെലവുമാണ്. സർ, കാഷ്യൂ ബോർഡ് 2018-19 മുതൽ ഇതുവരെ 78,182 മെട്രിക് ടൺ തോട്ടണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പാക്സിനും നൽകിയിട്ടുണ്ട്. അതിലൂടെ കശുവണ്ടി സംസ്കരണശാലകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും തൊഴിലാളികൾക്ക് തുടർച്ചയായി തൊഴിൽ നൽകാനും സാധിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷം 13,55 മെട്രിക് ടൺ തോട്ടണ്ടി വിവിധ രാജ്യങ്ങളായ ഘാന, ഐവറി കോസ്റ്റ്, മൊസാംബിക് എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് സംസ്ഥാനത്തെ കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പാക്സിനും വിതരണം ചെയ്തു. സർ, സ്വകാര്യ സംരംഭകർക്കും പ്രോസസ്സർമാർക്കുമായിട്ട് തൊഴിലാളികളുടെ എണ്ണം, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കി EPF ESI തൊഴിലുടമ വിഹിതമായി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കശുവണ്ടി വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കശുവണ്ടി മേഖലയുടെ പുനരുദ്ധാരണത്തിനായി ബജറ്റിൽ 30 കോടി രൂപ വകയിരുത്തുകയും 3 പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ചെറുകിട ഇടത്തരം കാഷ്യൂ ഫാക്ടറിയുടെ നവീകരണത്തിന് മൂലധന ഗ്രാന്റും പലിശ സബ്സിഡിയും അനുവദിക്കുന്ന പദ്ധതിയും സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. അതുപോലെ സ്ഥിരാസ്തി മൂലധനത്തിന്മേലും ടെക്നോളജി അപ്ഗ്രഡേഷനും പ്രവർത്തന മൂലധന ആവശ്യത്തിനുമായിട്ടൊക്കെ എടുത്ത ലോണുകളിൽ അടച്ച പലിശയ്ക്ക് സബ്സിഡിയായിട്ടും തുക അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതുക്കി നിശ്ചയിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട മിനിമം വേജസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് കശുവണ്ടി തൊഴിലാളികൾക്ക് നൽകേണ്ടതായ കുറഞ്ഞ കൂലി 23% വർദ്ധിപ്പിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കശുവണ്ടി മേഖലയ്ക്കും കശുവണ്ടി വ്യവസായത്തിനും കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കും വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. സർ, ഇനി ഈ ബില്ലിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടി വന്ന് ഞാനത് അവസാനിപ്പിക്കാം. സർ, ഈ ബില്ല് കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ആക്ടിൻ്റെ 22, 30, 45, 46, 47, 48 എന്നീ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനും 42, 43 എന്നീ വകുപ്പുകൾ ഒഴിവാക്കുന്നതിനും 48A എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. സർ, നിക്ഷേപ സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സർക്കാർ ഡോക്ടർ സണ്ണി, നുവാൽസിൻ്റെ VC ആയിരുന്ന ഡോക്ടർ സണ്ണി അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റി വെച്ചു.
അതിൽ നിയമ സെക്രട്ടറി ആയിരുന്ന ശശിധരൻ നായർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്രട്ടറി ആയിരുന്ന നന്ദകുമാർ എന്നിവരെല്ലാം ഈ കമ്മിറ്റിയുടെ അംഗങ്ങളായിരുന്നു. ആ കമ്മിറ്റിയുടെ ശുപാർശ 26/7/2021 കിട്ടി. അത് ലോ റിഫോംസ് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ ലോ റിഫോംസ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചു. ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ ലോ റിഫോംസ് കമ്മിറ്റിയുടെ 19ാമത് റിപ്പോർട്ട് ശുപാർശ ചെയ്തത് പ്രകാരമാണ് ഈ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. ഈ ആക്ടിൽ താഴെ പറയുന്ന ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ ലോ റിഫോംസ് കമ്മിറ്റിയുടെ 19ാം റിപ്പോർട്ടിന്റെ ശുപാർശയാണ്. സർ, വകുപ്പ് 22 പ്രകാരം നിലവിൽ വീഴ്ച വരുത്തുന്ന അലോട്ടിയെ എവിക്ട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പുറമെ എവിക്ട് ചെയ്ത് പൊസഷൻ എടുക്കുന്ന പ്രോപ്പർട്ടി മറ്റൊരു വില്ലിംഗ് പർച്ചേസർക്ക് നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് 22(7) പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വകുപ്പ് 30 അത് 10,000-ൽ കുറയാതെയും 50,000 വരെയും പിഴ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭേദഗതിയാണ് വകുപ്പ് 30-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വകുപ്പ് 42 തടവ് ശിക്ഷ ഒഴിവാക്കി പിഴ ശിക്ഷ മാത്രം ഏർപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ ഉദ്ദേശം എന്നതുകൊണ്ട് വകുപ്പ് 42 പ്രകാരമുള്ള പ്രോസിക്യൂഷൻ അധികാരം എടുത്തുകളയാനുള്ളതാണ്. വകുപ്പ് 43 കുറ്റങ്ങൾ രാജിയാക്കുന്നതിനുള്ള അധികാരവും എടുത്തു മാറ്റുകയാണ്. വകുപ്പ് 45 ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ തടയുകയോ ചുമതല നിർവഹിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം നിലവിൽ 3 മാസം തടവും 3,000 രൂപ വരെ പിഴയുമാണ്. അത് 10,000 മുതൽ 50,000 വരെ പിഴയായിട്ട് വർദ്ധിപ്പിക്കുന്നു. വകുപ്പ് 46 കിൻഫ്രയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവരെ തടയുകയോ മറ്റോ ചെയ്താൽ 3 മാസം തടവും 3,000 രൂപ പിഴയും എന്നത് 10,000 മുതൽ 50,000 വരെ പിഴ ആയിട്ട് മാറ്റുന്നു. പിഴ മാത്രമാക്കിയിട്ട് മാറ്റുന്നു. വകുപ്പ് 47 അതും ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ ചുമതല നിർവഹിക്കുന്നതിന് ഏർപ്പെടുത്തിയ ലെവൽ ബൗണ്ടറി ലൈൻ ഓർ ഡയറക്ഷൻ നീക്കം ചെയ്താൽ 10,000 മുതൽ 50,000 വരെയുള്ള പിഴ മാത്രമാക്കിയിട്ട് മാറ്റുന്നു. 48A അവസാനമായി 48A നിലവിൽ ശിക്ഷയും പിഴയും നൽകുന്നതിനുള്ള അധികാരം കോടതിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിഴ ശിക്ഷ മാത്രമാക്കുന്ന സാഹചര്യത്തിൽ അത് ചുമത്തുവാൻ, കാരണം തടവിന്റെ പ്രശ്നം വരുന്നില്ല, ഡീക്രിമിനലൈസ് ചെയ്യാണ്. അപ്പോൾ പിഴ മാത്രമാവുമ്പോൾ അത് ചുമത്താൻ കോർപ്പറേഷന്റെ ഒരു കോമ്പിറ്റന്റ് ഓഫീസറെ നിയോഗിക്കുന്നതിനും അദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള അധികാരിയെ നിയോഗിക്കുന്നതിനും അതിന്റെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിനുമായി പുതിയൊരു വകുപ്പ് 48A ആയി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. സർ, ഇതാണ് ഈ ബില്ലിന്റെ വ്യവസ്ഥ. അവസാനമായി ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ കേരളത്തിന്റെ വ്യാവസായിക അന്തരീക്ഷത്തിലും കേരളത്തിന്റെ സമ്പദ്ഘടനയിലും കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ആ മാറ്റങ്ങളെ കാണാതിരിക്കുകയും, ഞാൻ ഒറ്റ വാചകം കൊണ്ട് അവസാനിപ്പിക്കാം, ആണ് ചെയ്യുന്നത്. അവരുടെ ശ്രദ്ധയിൽ രണ്ട് കാര്യം മാത്രം പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ട് ഇതിനകം ചർച്ച ചെയ്ത ഒരു പുസ്തകമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ തീർത്ഥാങ്കർ റോയിയും ഡോക്ടർ കെ രവിരാമനും ചേർന്ന് എഴുതിയ കേരള ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ്, ഇന്ത്യയുടെ അത്ഭുത സംസ്ഥാനം എന്നാണ് അവർ കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ 2024 പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ്. ദയവ് ചെയ്ത് ആ പുസ്തകം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് പോലെ കേരളം വളരെ മോശമാണ് എന്ന് പറയാനൊരു മനസാക്ഷിക്കുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ, ഇന്നലെയാണ് ഇന്ത്യ ടുഡേയുടെ, നിങ്ങളിവിടെ GDPയെ കുറിച്ച് പറഞ്ഞല്ലോ, GDP പുറത്തു വന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സംബന്ധിച്ച സർവേ ഇന്ത്യ ടുഡേയുടെ പുറത്തു വന്നു. അതിൽ സർവേ ചെയ്ത എല്ലാ കാര്യങ്ങളിലും 1ാം സ്ഥാനത്തെത്തി ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കേരളമാണ്. ആ കേരളത്തെയാണ് നിങ്ങൾ നിരന്തരം ഇകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോഭാവത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീമതി യു പ്രതിഭ, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. ശ്രീ മോൻസ് ജോസഫ്, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഈ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് 129 ശ്രീമതി യു പ്രതിഭ, യെസ്. 132, 138, 196, 205, 214 ശ്രീ മോൻസ് ജോസഫ്, യെസ്. 139, 149 ശ്രീ ടി ടൈസൺ മാസ്റ്റർ, നോട്ട് ഇൻ ദ സീറ്റ്. 134 ശ്രീ പി നന്ദകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 137, 142, 154, 155, 160, 171, 186, 190, 204 Dr. N. Jayaraj, not in the seat. 139 CM Naushad, not in the seat. 143 Professor Abid Hussain Tangal, not in the seat. 144, 191 Sri Kurukulu Moideen, not in the seat. 156 Sri O.S. Ambiga, yes. 161, 201 Sri N.A. Nellikundu, yes.
165 Sri Sujit Vijayan Pilla, not in the seat. 168 Sri KP Kunjamurti Master, not in the seat. 172 Sri H. Salam, yes. 176 Sri Thiruvanjur Radhakrishnan, yes. 178 Srimati KK Shaila Teacher, not in the seat. 181 Sri TV Ibrahim, yes. 185-210 Srimati KK Rama, yes. 187 Sri PP P Mamikuti, not in the seat. 195-199-206 Sri Sebastian Kolatungal, yes. 197 Sri Anwar Sadat, yes. 207 Sri KM Sachin Dev, yes. 211 Sri UR Pradeep, not in the seat. 215 Srimati Kanthal Jamila, not in the seat. Minister. സർ, യെസ് അങ്ങ് ഭേദഗതി എന്ത് സ്വീകരിക്കുന്നുണ്ടോ? അല്ല, ഒരു ഭേദഗതിയും സ്വീകരിക്കുന്നില്ല. നോ രണ്ടാം 148 149 ഔദ്യോഗിക ഭേദഗതി ക്ഷമിക്കണം. ET ടൈസൺ മാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ശ്രീ PS സുപാൽ. സർ, ക്ഷമിക്കണം, ഭേദഗതി നമ്പർ 149 സ്വീകരിക്കുന്നു. യെസ്, ഭേദഗതി 148 സ്വീകരിച്ചു. 148 മൂവ് ചെയ്തിട്ടില്ല, 149 സർ. യെസ്, 149 ശ്രീ ET ടൈസൺ മാസ്റ്റർ ഔദ്യോഗിക ഭേദഗതിയായി. അത് ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്തു. അദ്ദേഹം ഓതറൈസ് ചെയ്ത PS സുപാലിനെയാണ്. യെസ്, PS സുപാൽ ഭേദഗതി സ്വീകരിക്കുന്നു. ഓതറൈസ് ചെയ്ത പ്രകാരമുള്ള മറ്റ് ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ് ഇനിയും പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 218-238 ശ്രീമതി KK രമ, യെസ്. 219-256 Dr. KT Jalil, yes. 221 Sri N. Shamsuddin, yes. 225-249 Sri Mons Joseph, yes. 229 Sri Roji M. John, not in the seat. 231 Sri Rahul Manguttathil, yes. 233 T. Siddiq, not in the seat. 235 M. Rajagopalan, yes. 239 Sri K. Babu Nenmara, not in the seat. 243 Sri Professor Abid Hussain Tangal, yes. 251 Sri Sajeev Joseph, not in the seat. 253 Sri K. Babu Tripunitara, yes. 255 Sri Sunny Joseph, yes. Minister. സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് ഭേദഗതികളൊന്നും തന്നെ ഇല്ല. മിനിസ്റ്റർ. ഇല്ല. നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. അഞ്ചാം വകുപ്പ് മിനിസ്റ്റർ. ഭേദഗതികളൊന്നുമില്ല. ഭേദഗതികളൊന്നും തല്ല. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് 267 ശ്രീ എന്നെ നെല്ലിക്കുന്ന്, യെസ്. 271-287 ശ്രീമതി KK രമ, യെസ്. 272 ശ്രീമതി KK ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 275 ശ്രീ P. അബ്ദുൽ ഹമീദ്, നോട്ട് ഇൻ ദ സീറ്റ്. 279 ശ്രീ അൻവർ സാദ്, യെസ്. 281 ശ്രീ PC വിഷ്ണുനാഥ്, യെസ്. 283 ശ്രീ IC ബാലകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. 285 ശ്രീ റോജി M. ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. 288 ശ്രീ AC മൊയ്തീൻ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഇനി എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏഴാം വകുപ്പ് 291 ശ്രീ AK മഷ്റഫ്, യെസ്. 295-313 ശ്രീമതി KK രമ, യെസ്. 296 TI മധുസൂദനൻ, നോട്ട് ഇൻ ദ സീറ്റ്. 299 ശ്രീ PK ബഷീർ, നോട്ട് ഇൻ ദ സീറ്റ്. 303-317 ശ്രീ PK മോൻസ് ജോസഫ്, യെസ്. 306 T. Siddiq, not in the seat. 309 Sri Sanish Kumar Joseph, not in the seat. 311 Sri Sajeev Joseph, not in the seat. 314 Sri P. Nandakumar, yes. Minister. സ്വീകരിക്കുന്നില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ഇനി ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. എട്ടാം വകുപ്പ് ഇനി പറയുന്ന വേദികൾ അവതരിപ്പിക്കാവുന്നതാണ്. 319 Sri TV Ibrahim, yes. 322-337 ശ്രീമതി KK രമ, yes. 323 Shri P. Nandakumar, yes. 326 Shri Kurkuli Moideen, not in the seat. 330-341 Shri Mons Joseph, yes. 333 Shri Anwar Saad, yes. 335 Shri IC Balakrishnan, not in the seat. 338 Shri K. Anslan, not in the seat. Minister. സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു.
ഇനി 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 9-ാം വകുപ്പ് 342 ശ്രീ മുരളി പെരുന്നള്ളി, യെസ്. 345 ശ്രീ റോജി എം ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. 348 ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നോട്ട് ഇൻ ദ സീറ്റ്. 350 ടി ജെ വിനോദ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ, എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 10-ാം വകുപ്പ് 358 ശ്രീ എ പ്രഭാകരൻ, നോട്ട് ഇൻ ദ സീറ്റ്. 361 ശ്രീ വി ജോയ്, നോട്ട് ഇൻ ദ സീറ്റ്. 364 ശ്രീ കെ ആൻസ്ലാൻ, not in the seat. 365 Sri AC Moidin, not in the seat. 368408 Sri TP Ramakrishnan, not in the seat. 371 382 396 411 416 418 438 Sri Mons Joseph, yes. 372 373 374 380 381 397 Sri Dr. N Jairaj, not in the seat. 375 400 412 417 445 Srimati KK Raman, not in the seat. Yes, sorry. 376 Dr. Sujit Vijayan Pilla, yes. 379 Professor Abid Hussain Tangal, yes. 383 426 Sri KM Sachin Dev, yes. 386 Sri VR Sunil Kumar, not in the seat. 392 Sebastian Kulatungal, yes. 393 Sri M Rajagopalan, yes. 398 Sri Sajeev Joseph, not in the seat. 401 Sri Lindo Joseph, yes. 404 Srimati Kanadil Jamila, not in the seat. 413 Srimati O.S. Ambiga, yes. 419 Sri N.A. Nellikunnu, yes. 428 Srimati Shantakumari K, yes. 431 Sri K. Babu Nenmara, not in the seat. 434 Sri Anthony John, not in the seat. 439 Sri P. Abdul Hamid, not in the seat. Minister. സർ, ഡോക്ടർ എൻ ജയരാജ് MLA നോട്ടീസ് നൽകിയ ഭേദഗതി നമ്പർ 372 അദ്ദേഹം തന്നെ നോട്ടീസ് നൽകിയ ഭേദഗതി നമ്പർ 380 ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യും. യെസ്. ഡോക്ടർ അദ്ദേഹം ഇല്ലല്ലോ. 37 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഔദ്യോഗിക ഭേദഗതി ചെയ്ത പ്രകാരമുള്ള മറ്റ് ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 10-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 10-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പ് പീടികയും പേരും 104 ശ്രീ എന്നെ നെല്ലിക്കുന്നു, യെസ്. 109 125 127 ET Tyson Master, not in the seat. 110 126 Sri Mons Joseph, yes. 111 Sri N Shamsuddin, yes. 116 Sri K Babu Tripunditra, yes. 117 Professor Abid Hussain Tangal, yes. 122 Sri TP Ramakrishnan, yes. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. യെസ് സാർ, ഒരു വശത്ത് വ്യവസായ സൗഹൃദമാണ് എന്ന് അവകാശപ്പെടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ ബില്ലിൻ്റെ ഒരു മിനിറ്റ് ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്. ചർച്ചയ്ക്ക് ഇടയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമായതുകൊണ്ട് 3-ാം വായനയിൽ ആവർത്തിക്കുകയാണ്. കശുവണ്ടി, കയർ, കൈത്തറി, ഖാദി അടങ്ങുന്ന പരമ്പരാഗത വ്യവസായ മേഖലയോട് സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനമാണ്. ബില്ലിൻ്റെ അകത്ത് നിന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകളിലടക്കം അവിടെ തൊഴിൽ വ്യവസായ മേഖലയിൽ ബന്ധപ്പെടുന്നവർക്ക് നിരവധിയായ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ്. ആ കാര്യങ്ങളോട് ഒന്നും തന്നെ പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു സമീപനം ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തിലില്ല എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, ഇതെല്ലാം അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് അദ്ദേഹം 3-ാം വായനയിൽ അവസരം ഉപയോഗിച്ച് ആവർത്തിക്കുകയാണ്. അതിനെല്ലാമുള്ള വിശദമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.